ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇടുക്കിയിലെ നെടുങ്കണ്ടത്തിന് സമീപമുള്ള തൂവൽ വെള്ളച്ചാട്ടത്തിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. വെള്ളച്ചാട്ടം കാണാൻ അടിപൊളിയാണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് അവിടെ പോകുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നത് മേളിലത്തെ കാഴ്ചകളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയുള്ള കാഴ്ചകൾ കാണാം. ഇത് എന്ന കനവാ മലകളെ മലകളെ ഇത് എന്ന നിனைவா ഉരുകിയതേ നദുള്ളം പെരുകിയതേ വിഴിവെള്ളം വിണ്ണോടും നീതാൻ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ നെടുങ്കണ്ടം പഞ്ചായത്തിൽ മഞ്ഞപ്പാറ, ഈട്ടിത്തോപ്പ് എന്ന പ്രദേശങ്ങളോട് ചേർന്നാണ് ഈ തൂവൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ മഞ്ഞപ്പാറ വഴിയോ അല്ലെങ്കിൽ ഈട്ടിത്തോപ്പ് വഴിയോ അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കാറിനൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് കൃഷിയിടങ്ങളിലൂടെ നടന്നേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അഥവാ 2 വീലറിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എളുപ്പം വഴിയുണ്ട്. അത് നമുക്ക് അവിടെയുള്ള പ്രദേശവാസികളോട് ചോദിച്ചിട്ട് വേണം ആ വഴി പോകാനായിട്ട്. അല്ലാണ്ട് നമ്മൾ മാപ്പ് എടുത്താലൊന്നും ആ വഴി നമുക്ക് കാണാൻ പറ്റില്ല. അവിടെയുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഏത് വഴി കൂടിയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ പോയത് 2 വീലറിനാണ്. ഞങ്ങൾ കറക്റ്റ് തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ അവിടെയാണ് ഞങ്ങൾ ചെന്ന് എത്തിയത്. അവിടെയുള്ള ആളുകളോട് ചോദിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അധികം കടകളൊന്നുമില്ല. ഞങ്ങൾ
ഞങ്ങൾ കുറച്ച് വെള്ളം മേടിക്കാനായിട്ട് തന്നെ കുറേ കഷ്ടപ്പെട്ട് കടകൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷേ അധികം കടകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെള്ളവും പിന്നെ ഭക്ഷണമൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ അവിടെ മേളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കടയുണ്ടായിരുന്നു. ആകെ ഒരു കട മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് നമുക്ക് വെള്ളം മേടിക്കാം. പക്ഷേ അവിടെ ഫുഡൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മളതുകൊണ്ട് ഫുഡ് കൊണ്ടുപോകണതായിരിക്കും കുറച്ചും കൂടെ നല്ലത് രാവിലെ പോകണമെങ്കിൽ. പിന്നെ അവിടെ പ്രത്യേകമായിട്ട് വാഷ്റൂംസ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ അവിടെ മേളിലൊരു കടയുണ്ടെന്ന് പറയില്ല, ആ കടയുടെ സൈഡിലായിട്ടുണ്ടാവും വാഷ്റൂം. അത് പേ ആൻഡ് യൂസ് ആണ്, നമുക്ക് അവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പോകുന്നവരെ ഒന്ന് അതും കൂടി ശ്രദ്ധിച്ചേക്കുക. പിന്നെ നമുക്കിവിടെ എത്തിച്ചേരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു നഷ്ടമായി പോകില്ല. കാരണം അത്രയും ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ നമുക്ക് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് സ്ഥലത്തിൻ്റെ വീഡിയോകൾ ഇടുന്നത്. അപ്പോൾ വീഡിയോ കാണുക, ഓരോ സ്ഥലങ്ങളെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 2 വീലറിന് എത്തിപ്പെടുകയാണെങ്കിൽ ഇവിടെ മേളിലാണ് എത്തിപ്പെടുന്നത്. ഇതിന് താഴത്തോട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് എന്നെ ഇറക്കിയത്. അല്ല ഞാനിനി ഒറ്റക്കോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങാൻ പണിയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പെണ്ണുങ്ങൾ മാത്രമല്ല അവരുടെ ഹസ്ബൻഡുമാരൊക്കെ താഴെ നിന്ന് കുളിക്കണമായിരുന്നു. ഇവർ മേളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങാൻ നോക്കിയിട്ട് കയ്യിലൊരു കുഞ്ഞു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഞാൻ തന്നെ ഒരു കണക്കിനാണ് താഴേലോട്ട് ഇറങ്ങിയത്. കുറച്ചല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് താഴേലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട്. പക്ഷേ താഴേലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മേളിൽ നിന്ന് കാണുന്നതിനേക്കാൾ അടിപൊളി വ്യൂ ആണ് താഴെയുള്ളത്. അതെന്തായാലും ഞാൻ താഴെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയാനേ. അടിപൊളി വ്യൂ ആണ് താഴെയുള്ളത്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. പക്ഷെ കുറച്ച് അപകടം നിറഞ്ഞ സ്ഥലമാണിത്. തെന്നലൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ നല്ലപോലെ സൂക്ഷിക്കണം. ഞാനിവിടെ താഴെ എത്തിയിട്ട് ചെറുതായിട്ടൊന്ന് കുളിച്ച്. കാരണം ഇവിടം വരെ വന്നിട്ട് കുളിക്കാണ്ടോന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെള്ളത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ മാക്സിമം കുളിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അതേപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ട്രിപ്പ് അവിടെ പോകാവുന്നതാണ്. അടിപൊളി സ്ഥലമാണ്, എന്തായാലും മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.